ഒക്ടോബർ മാസം പ്രഖ്യാപിച്ച രണ്ട് പദ്ധതികൾ നമ്മുടെ ധനസഹായം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതി. കണക്ട് ടു വർക്ക് പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മുടെ SD ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണക്ട് ടു വർക്കിൻ്റെ ഇപ്പം രണ്ട് ഗഡുക്കൾ, അതായത് 1000 രൂപ വെച്ച് നമ്മുടെ തൊഴിലിനായി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൈസഹായം എന്നുള്ള രീതിയിൽ ഒരു വർഷം 12,000 രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കീമാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാലും അത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 7-ാം തീയതിയും 8-ാം തീയതിയുമായിട്ട് ഇപ്പോൾ 1000 രൂപ വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൽ ഇപ്പോൾ 10,000-ത്തിലധികം അപേക്ഷകൾ നിലവിൽ ചെന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇനിയും 4 ലക്ഷത്തിലധികം അപേക്ഷകൾ നമുക്ക് ഇതിനകത്ത് സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ ഇനിയും സമർപ്പിക്കാൻ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അപേക്ഷ നൽകാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ SD ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു പദ്ധതിയാണ് നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. അപ്പോൾ അതിൻ്റെയും ഗഡു ഈ പറഞ്ഞതുപോലെ ഏപ്രിലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ നേരത്തെയുള്ള വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന 1000 രൂപ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയായിട്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ സമയമുണ്ട്. അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞ പിങ്ക് കാർഡുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സമർപ്പിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ അത് സമർപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെയും ഗഡുക്കൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ലഭിക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കോമൺ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ ഇത് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത സമയത്ത് കൊടുത്തിരുന്നത് അത് വെച്ച് ലോഗിൻ ചെയ്ത് അതിലെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ സേവന സൈറ്റിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകം ഒരു പോർട്ടൽ കാണാം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചിട്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയാലും നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസും അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷയ്ക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അല്ല അക്ഷയ സെൻ്ററിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ രണ്ട് പദ്ധതിയെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഉത്തരം അതിന് നൽകുന്നതാണ്. നേരത്തെ ഉള്ള നമ്മുടെ എല്ലാ വീഡിയോയിലും ഒരുപാട് ആളുകൾ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മളത് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞ രണ്ട് പദ്ധതിയിൽ ചേരുന്നതിനെക്കുറിച്ചോ അതോ കിട്ടാതിരിക്കുന്നത് ഉള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് ഉത്തരം തരും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.